Okay, good morning. Good morning. Good morning, all of you. Good morning. Okay, okay, all of you mark the attendance. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാ മക്കൾക്കും ഓർമ്മയുണ്ടോ? ആരെവിടെ? മുഹമ്മദ് ഷഹലാണോ കരയുന്നത്? അല്ലേ? എല്ലാ മക്കൾക്കും സുഖാണല്ലേ? നമ്മള് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? വായിക്കാൻ പഠിച്ചു എല്ലാവരും? പഠിച്ചു. ഇത്രയും പഠിച്ചു. പഠിച്ചോ? ഓക്കെ. ആ അമ്മ, ആ അമ്പിളി, ആ അച്ഛൻ, ആ അറ, ആ അല. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞ നമ്മള്? ആ ആന, ആ ആമ, ആ അത് കഴിഞ്ഞ് എന്ത് പഠിച്ചു? ഈ ഇല, ഈ ഇഞ്ചി, ഈ ഇമ, ഈ ഇറ, ഈ ഇര. ഈ ഈച്ച, ഈ ഈറ്റ, ഈ ഈത്തപ്പഴം. ഓക്കെ, അത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഊ പഠിച്ചു നമ്മള്. ഊ പഠിച്ചു അല്ലേ? Yes or no? ഇല്ല ഇല്ല അല്ലേ? ഈ വരെ പഠിച്ചത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈച്ച. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഈച്ച, ഈത്തപ്പഴം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതാൻ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നമ്മൾ ഏതൊക്കെ പഠിച്ചു? റാ പഠിച്ചു, രാ പഠിച്ചു, നെക്സ്റ്റ് താ പഠിച്ചു, നാ പഠിച്ചു. നാ പഠിച്ചു നമ്മള്. ഓക്കെ, നാ നരി കസേര. സാ പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ഒന്നുകൂടി അത് എഴുതി നോക്കാം അല്ലേ? ടേക്ക് സ്ലേറ്റ് എടുത്ത് നമുക്ക് എഴുതി നോക്കാലാ പഠിച്ച കാര്യങ്ങള്. നോക്കണ്ടേ നമുക്ക്? അടുത്തത് എങ്ങനെയാ എഴുതേണ്ടത്? നോക്കിയാ ഒതുക്കി എഴുതണം, നല്ല നീറ്റിൽ എഴുതണേ മക്കള്. നേരെ എഴുതണം, നേരെ അല്ലേ? നേരെ എഴുതണം. അടുത്ത എന്താ? ഞാൻ എഴുതുവാ ഇങ്ങനെ വളച്ചെടുത്ത് മുകളിലോട്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് അല്ലേ? റാ, രാ, താ, നാ, സ. ഓക്കെ, എങ്ങനെയാ എഴുതുന്നത്? റാ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് അല്ലേ? റാ എഴുതി, നെക്സ്റ്റ് എന്ത് ചെയ്യുക? റായന്നെ എഴുതി അതിന്റെ ഉള്ളിൽ കൂട്ടി രായായി. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഉള്ളിൽ കൂട്ടിയെടുത്ത് എന്ത് ചെയ്തു? പുറത്തേക്ക് വിട്ടു, തായായി. അടുത്ത എന്ത് ചെയ്യും? ഒരു റാ എഴുതി, അതിന് കൂടെ ഒരു റാ എഴുതി, നായായി. നെക്സ്റ്റ് വൺ ഒരു നാ എഴുതി
മുകളിലോട്ട് എടുത്തു. സ എന്താണ്? സ. പറഞ്ഞേ സ അല്ലേ? റ രാ താ നാ സ. ഇനിയോ സ. മതി മതി. സ സ സ. സ എഴുതിക്കോ, എല്ലാവരും സ എഴുതിക്കോ. എഴുതാൻ പറ്റുന്നുണ്ടോ മക്കൾക്ക്? ഓക്കെ, വെരി ഗുഡ് വൈഷ്ണവ്. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? എഴുതി നോക്കിയേ എല്ലാവരും. ദക്ഷിത് മുട്ടയൊക്കെ അടിച്ചോ? ഓക്കെ, വെരി ഗുഡ്. അല്ലേ ദക്ഷിതേ? ആ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. സഹൽ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ് എഴുതി നോക്കട്ടെ. അലിയക്കുട്ടി എഴുതിയോ? വൈഷ്ണവ് എഴുതിയിട്ടുണ്ട്, ജ്വാന സിനാമനു എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? ഇതാ ഇവിടെ പിന്നെ ഡിയോൺ ജേക്ക് ജെയ്സൺ എഴുതി. അനുശ്രീ എഴുതിയോ? അനുശ്രീ. നെക്സ്റ്റ് ആരാ? ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ എഴുതിയോ? യാൻദേവ് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അർണവ് എഴുതിയോ മോനെ? ആൻവി എഴുതി, അനുശ്രീ എഴുതി. ഓക്കെ, വെരി ഗുഡ്. തലതിരിച്ചിട്ടാ പിടിക്കുന്നേ. ഓക്കെ, വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? തനുസ് കൃഷ്ണ എഴുതിയോ? തനുസേ. ഏഞ്ചൽ മരിയ പ്രിൻസ്, കശ്യപ് ഷൈജു, ഗുഡ്. കുറച്ചുകൂടി നീറ്റ് എഴുതാല്ലേ നമുക്ക് ഇനി എഴുതിക്കൊണ്ടിരിക്കുമ്പോ. ആ വെരി ഗുഡ്. ആ അൻഷിക കുട്ടി എഴുതിയിട്ടുണ്ട് നീറ്റില്, സൂപ്പർ. ദർശിത എഴുതിയോ? ദർശിതേ. മുഹമ്മദ് ഫൈസാൻ എഴുതിയോ മോനെ? ആ യാൻദേവ് ഇതാ സൂപ്പറായി എഴുതിയിട്ടുണ്ട്. അതിജിത്ത് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ആൻഡ്രിയ തെരേസ സിജോ, വെരി ഗുഡ്. നെക്സ്റ്റ് ആഷിഖ് ദേവേ എഴുതിയോ? അൻവി രതീഷ്, ഏഞ്ചൽ മരിയ, ദർശിത് രതീഷ്, ആൻഡ്രിയ അൽഫോൺസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കട്ടെ മിസ്. ഓക്കെ, ഇവിടെ ഏഞ്ചൽ മരിയ ടി പി ഭംഗിയായി എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. റിദ ഫാത്തിമ, വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. ജൂഡ് ജെയ്മോൻ, ജൂഡ് എഴുതിയ? ജൂഡേ. അതിജിത്ത് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. അൻഷിക, വെരി ഗുഡ്. ജുവൽ സിജു എഴുതിയോ? നോക്കിയേ, എഴുതിയോ? ആ വെരി ഗുഡ്. നേരെ എഴുതണേ കേട്ടോ, ഒരു സൈഡിൽ നേ എഴുതി പഠിക്കണേ. ഇനി ബ്രാൻച്ചിന മാത്യു എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ആഷ്നി കെ ജിത്ത് എഴുതിയോ? ആഷ്നി കുട്ടി. ദക്ഷിണ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ദക്ഷിണ കുട്ടി എഴുതിയിട്ടുണ്ട്, സൂപ്പറായി എഴുതിയിട്ടുണ്ട് അല്ലേ? ദീപ തെരേസ ജോബി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കട്ടെ മിസ്. ടേൺ ഓൺ യുവർ വീഡിയോ. നിവേദിത്, ലക്കി, എല്ലാ മക്കളും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. അമാൻ എഴുതിയോ? അമാൻ, അമാൻ മുഹമ്മദ് എഴുതി. ലാമിയ ഫാത്തിമ എഴുതുന്നുണ്ട്. ലക്കി, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെയാ നോക്കട്ടെ. വരെയൊക്കെ വരച്ചിട്ടല്ലേ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കശ്യപ് ഷൈജു എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും എഴുതി എഴുതി പഠിച്ചേ. റാ രാ താ നാ. ഓക്കെ, ഏതാ അക്ഷരം അറിയോ നിങ്ങൾക്ക്? അടുത്ത അക്ഷരം ഏതാ എഴുതേണ്ടത് നമുക്ക്? മക്കൾക്ക് അറിയോ?
പാ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എല്ലാം നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പായാണ് നമുക്ക് അടുത്ത് എഴുതണ്ടല്ലേ? മക്കൾക്ക് ഒരുപാട് ആവുന്നുണ്ടോ? കൂടുതലാവുന്നുണ്ടോ എഴുതുന്നത്? ഇനി ഏതാന്ന് നോക്കിയേ, അടുത്തത് കണ്ടോ? ഇതൊന്ന് കളയുന്നില്ലേ? ഓക്കെ, പാ എങ്ങനെ എഴുതി നോക്കാം നമുക്കല്ലേ? ഇതാ ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. ഇതാ റാ എഴുതി, എന്നിട്ട് നീട്ടി വലിച്ചു മുകളില്. ഇതാണ് ഏത്? പാ. ഓക്കെ, അപ്പൊ പായും റായും നമ്മൾ പഠിച്ചു. അപ്പൊ പറ എഴുതാൻ നമുക്ക് വേണ്ടല്ലേ? എങ്ങനെ എഴുതാ പാ? നോക്കിയേ, ഇതാ ഇവിടെ ഒരു റാ എഴുതി. നെക്സ്റ്റ് ഇങ്ങനെ നീട്ടി വലിക്കണേ, അല്ലെങ്കിൽ വായായിക്കൂടെ. ഓക്കെ, എന്നിട്ട് മുകളിലോട്ട് കയറ്റി. ഓക്കെ, എല്ലാവരും എഴുതുന്ന നോക്കിയോ? ഇങ്ങനെ എഴുതണ്ടേ? നമ്മള് റാ പഠിച്ചതല്ലേ അല്ലേ? റാ പഠിച്ചതാണ് നമ്മള്. നെക്സ്റ്റ് ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് മുകളിലോട്ട്. ഓക്കെ, എഴുതിയോ മക്കളെല്ലാവരും? പാ. എന്താ പറയുക? പാ. എഴുതിയേ? ഓക്കെ, നല്ല നീറ്റിൽ എഴുതിയേ മക്കളെ. ഡിയോണിത വെരി ഗുഡ് എഴുതി. ദക്ഷിണക്കുട്ടി എഴുതിട്ടേ എന്ത് പറ്റി? എഴുതി കാണിച്ചേ ഒന്ന്. ദക്ഷിണ. തനുസ് എഴുതി കാണിച്ചേ മോനെ. ജ്വൽ സിജു എന്ത് പറ്റി? ഒന്നും വയ്യ എനിക്കുന്നാ? ഇവിടെ ആരാ? തനുസ് എഴുതി. വെരി ഗുഡ് തനുസ്. ഓക്കെ, നെക്സ്റ്റ് ആരാ? കശ്യപ്. ആൻഡ്രി എഴുതി. വെരി ഗുഡ്. ആൻഡ്രിയ കൊറേ പാ എഴുതി. ഇതാണ്ടോ? വെരി ഗുഡ്. ആൻഡ്രിയ. തെരേസ് എഴുതിയോ മോളെ? വേഗം എഴുതി. ഇവിടെ മുഹമ്മദ് സഹൽ എഴുതി. വെരി ഗുഡ്. ആൻഡ്രിയ തെരേസ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ദക്ഷിതം സന്ദീപ്. എഴുതിയോ മോളെ? വെരി ഗുഡ്. എഴുതി വേഗം എഴുത്. ദർശിത്ത്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ടേ. ഓക്കെ, അലി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ജൂഡ് എന്തായി? ജൂഡ് ജെയ്മോൻ എഴുതിയല്ലേ? വെരി ഗുഡ്. നിവേദിത എന്തേ മോനെ? എഴുതിയോ? അനുശ്രീ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ഹിസാൻവർ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അൻവിത. അൻവിത കുട്ടി എഴുതിയോ? ആഷിൽ ദേവ് എന്തായി? വേഗം എഴുതിയേ. ഒന്ന് എഴുതി നോക്കിയടാ. നമുക്ക് ആരാ ഫസ്റ്റ് ആവൂ നോക്കാല. ഓക്കെ, ആരൊക്കെ ഇവിടെ ഫസ്റ്റ് ആവുന്ന നോക്കട്ടെ മിസ്. എല്ലാരും എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അൻവി എഴുതി. ദക്ഷിണ എഴുതി. എഴുതി. മുഹമ്മദ് സഹൽ എഴുതി. അൻഷിക എഴുതി. മുഹമ്മദ് ഫൈസാൻ എഴുതി. ആൻഡ്രിയ തെരേസ്. വെരി ഗുഡ്. ആൻഡ്രിയ. അനുശ്രീ. ആര്? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എഴുതി അല്ലേ? സൂപ്പർ. എഴുതി. ആഷിർ ദേവ്. ജൂഡ് എഴുതി. ഓക്കെ, വെരി ഗുഡ്. ജൂഡ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. സൂപ്പർ. എല്ലാ മക്കളും എഴുതാൻ പഠിച്ചു അല്ലേ? അപ്പൊ ഏതൊക്കെ അക്ഷരം നമ്മൾ പഠിച്ചു? റാ, രാ, താ, സാ,
റാ രാ നാ താ സാ ത. ഇതെന്ത് പറ്റി വൈഷ്ണവേ? എഴുതി കഴിഞ്ഞോ? ഓക്കേ, അപ്പൊ എഴുതി 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 പഠിച്ചേ വേഗം. നല്ല മക്കളായിട്ട്. ആ പറഞ്ഞോ. യെസ് പറഞ്ഞോ. എഴുതിയല്ലേ? ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞോ? എല്ലാരും പഠിച്ചോ? യെസ്, വെരി ഗുഡ്. അപ്പോ എന്ത് ചെയ്യാ? എല്ലാവരും എഴുതാൻ പഠിച്ചു അല്ലേ? അപ്പൊ സ്ലേറ്റ് അവിടെ വെച്ചോ. All of you take a textbook. Textbook എടുത്തേ മക്കളെ എല്ലാവരും. Okay, all of you take a textbook, page number 13. അല്ലേ? നമ്മൾ ഇതിന്റെ കളർ കൊടുത്തോ? 12. നോക്കിയേ, 12ാമത്തെ പേജ് എന്താ? എടുത്ത എല്ലാവരും 1 2 12 പേജ് നമ്പർ എടുത്തോ? ഒന്ന് കാണിച്ചേ മിസ്സിനെ എല്ലാവരും പേജ്. ഇതാണല്ലേ? ഇതെന്താണ്? ക്യാരറ്റ്. ഓക്കെ, ഈ ക്യാരറ്റ് എന്ത് ചെയ്യണം? ഇന്ന് മക്കൾ എന്ത് ചെയ്യാനറിയോ? ഇപ്പോഴല്ല, കളർ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവരെന്ത് ചെയ്യുക? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കളർ കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി ഹോംവർക്ക് എന്താ മിസ് മക്കൾക്ക് അറിയോ? ഇതിന് കളർ കൊടുക്കണേ. അടുത്ത ദിവസത്തേക്ക് കളർ കൊടുത്ത് നല്ല മക്കളായി വരണം. മിസ്സിന് എന്റെ ഫോട്ടോ ഇട്ട് തരണേ, ഇതിന്റെ കളർ കൊടുത്ത ഫോട്ടോ. ഓക്കെ, മിസ്സിന്റെ പേഴ്സണൽ നമ്പർ ഇട്ട് തരണം. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും ഇതിന് കളർ കൊടുക്കുക. എനിക്ക് അടുത്ത പേജ് എടുത്തേ. അപ്പൊ ഇത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ആണ് സുന്ദരമായിട്ട് കളർ കൊടുക്കണം. ഓക്കെ, അടുത്ത പേജ് എന്താ മക്കളെ? എന്താണ് നെക്സ്റ്റ് പേജ്? 13 പേജ് നമ്പർ. ഉറുമ്പ്. ഉറുമ്പിനെ കാണാറുണ്ടോ നിങ്ങള്? യെസ്, ഉറുമ്പ് എങ്ങനെ പോവാ? അതിന്റെ അടുത്ത് കാണുമല്ലേ? ഓക്കെ, ഉറുമ്പ് എങ്ങനെയാ പോവാ? വരി വരി വരിയായി പോവല്ലേ? ഉറുമ്പ് വരി വരിയായിട്ട് പോവും. ഇങ്ങനെ കൂട്ടം കൂടിയിട്ടായിരിക്കും വരി വരിയായിട്ടായിരിക്കും പോവാ അല്ലേ? അപ്പൊ അത് ഫസ്റ്റ് വൺ എന്താണ്? ഉറുമ്പ്. എന്താ നമുക്ക് പഠിക്കേണ്ടത്? ഉറുമ്പ്. ഉറുമ്പ്. ശ്രദ്ധിച്ച എല്ലാവരും? ശ്രദ്ധിച്ച എല്ലാവരും? നെക്സ്റ്റ് വൺ എന്താണ്? അടുത്തത് എന്താ? ഉരൽ. വെരി ഗുഡ്, ഉരൽ. നെക്സ്റ്റ് എന്താ? ഉളി. ഓക്കെ, എല്ലാവരും നോക്കിയേ. ഉറുമ്പ്, ഉറി. നിങ്ങൾ ഉറി കണ്ടിട്ടുണ്ടോ? ഉറി. ഇപ്പൊ ഉറിയിലൊന്നല്ല അല്ലേ വെക്കുക? നമ്മള് ഫ്രിഡ്ജിലൊക്കെയാണ് സാധനങ്ങൾ വെക്കുക അല്ലേ? ഉറിയിലെല്ലാം പണ്ടെന്താ ഉണ്ടാവുക? വെണ്ണയൊക്കെ ഉണ്ടാവാറുണ്ട് വെച്ചിട്ട് അല്ലേ? പിന്നെന്താ? ഉരൽ. ഉരല് കണ്ടിട്ടുണ്ടോ മക്കള്? കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പൊ ഫ്രിഡ്ജും അല്ല എന്നാണ് മിക്സിയും ഗ്രൈൻഡറും ഒക്കെയാണല്ലേ ആ സ്ഥാനത്ത് പൊടിക്കാനും അരക്കാനും ഒക്കെ അല്ലേ? നിങ്ങളെല്ലാ മക്കളും എന്താ കാണുന്നത്? ഗ്രൈൻഡറും മിക്സിയും ഒക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഉറുമ്പ്, ഉളി,
ഉ ഉറ ഉ ഉമി. തനിച്ച് വായിക്കുന്നുണ്ടോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഇതിന് താഴെ എന്താ ഉള്ളത്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഉറുമ്പ് ഉറുമ്പ് ഉരൽ. അല്ല ഉറി. അത് കഴിഞ്ഞിട്ട് എന്ത്? ഉമി. ഉളി ഉമി. ഓക്കെ. ഇതെവിടെ ശ്രദ്ധിച്ച? മിസ്സിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇതെന്താ? ഇതെന്താ സാധനം? പറഞ്ഞോ? എല്ലാരും നിങ്ങളെ മ്യൂട്ട് ചെയ്തിരിക്കുന്ന മിസ് പറഞ്ഞോ? ഉള്ളി. ഓക്കെ. ഊലാണല്ലേ തുടങ്ങുന്നത്? ഉള്ളി. ഉള്ളി. ഓക്കെ. അപ്പൊ ഉറുമ്പ് ഉരൽ. ഓക്കെ. വായിച്ചേ മിസ്സിന്റെ കൂടെ. ഉറുമ്പ്. യെസ്, ഇവിടെ വായിച്ചേ. ഉറുമ്പ് ഉരൽ ഉളി ഉറ ഓക്കെ. അത്രയും വേർഡ്സ് ഉണ്ടല്ലേ അവിടെ. അപ്പൊ ഊല് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഉറുമ്പ് ഉറി ഉരൽ ഉളി ഉറ ഉമി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ളി. ഓക്കെ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചു അല്ലേ? മിസ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. നിങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചോട്ടെ വിചാരിച്ചാൽ ഞാൻ മ്യൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ വായിച്ചു? ഉറുമ്പ് ഉറി ഉരൽ ഉളി ഉറ ഉമി. ലാസ്റ്റ് എന്താ പറഞ്ഞിട്ട് മനസ്സിലായോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. നമ്മൾ പറയാറുണ്ടല്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം എന്നൊക്കെ. എന്താ എല്ലാം അല്ലേ? ഓ, അപ്പൊ ഊല് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മള് ഉറുമ്പ് ഉറി ഉരൽ ഉളി ഉറ ഉമി. ഓക്കെ. വായിച്ചേ മിസ്സിന്റെ കൂടെ. അല്ലേ? നമ്മൾ ഏതാ പഠിച്ചത്? ഇപ്പൊ എന്ന അക്ഷരം പഠിച്ചു. അപ്പൊ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? വായിക്കാൻ പറയാൻ പഠിച്ചു. ആ ഇ ഈ ഉ അല്ലേ? ആ ഇ ഈ ഉ അല്ലെ? അത്രയും പദങ്ങൾ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും അത്? അപ്പോ ആ ഇ ഈ ഉ വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അത് വെച്ച് കുറച്ച് വേർഡ്സ് പഠിച്ചു നമ്മള് അല്ലേ? പഠിച്ചോ? ആയിൽ തുടങ്ങുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചു. ആയിൽ തുടങ്ങുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഈല് തുടങ്ങുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഈല് തുടങ്ങുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഇന്ന് എന്ത് പഠിച്ചു? നമ്മള് ഊല് തുടങ്ങുന്ന കുറച്ച് പദങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോ ഇത് എന്താണെന്ന് പറഞ്ഞേ. ഇതേതാക്ഷരം? ജുവാന സിനു. ഏതാണ്? നെക്സ്റ്റ് വൺ ഏതാണെന്ന് ചോദിക്കട്ടെ. ആൻഡ്രിയ. അല്ല, ഏഞ്ചൽ മരിയ. ഇതേതാണ് ഏഞ്ചൽ മരിയ? മിസ് ഫ്രണ്ടിൽ കണ്ടവരെ വിളിക്കുന്നത്. മിസ്സിന് കാണുന്നില്ലേ ഏഞ്ചൽ മരിയക്ക്? എന്ത് പറ്റി? നെക്സ്റ്റിന്
അല്ല നെറ്റിന്റെ എന്തെങ്കിലും ആയിരിക്കും, നെറ്റിന്റെ പ്രോബ്ലം. വൈഷ്ണവേ, ഇതേതാ അക്ഷരം വൈഷ്ണവേ? പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ആൻഡ് സേ. നെക്സ്റ്റ് വൺ ആരാ? ഡിയോൺ. ഡിയോൺ ഇതെന്താ അക്ഷരം? ഡിയോൺ അൺമ്യൂട്ട് ചെയ്തേ. ഇതേത് അക്ഷരം? ആയാണോ? ഇത് ആയല്ലോ. ടീച്ചർ നെറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാണുന്നില്ല അല്ലേ? ഇല്ല, കാണുന്നില്ല. നെക്സ്റ്റ് അലിയ, ഇതേതാ അക്ഷരം? കാണുന്നുണ്ടോ? ഈ ആണോ? ഈ. നെക്സ്റ്റ് വൺ ആഷ്നി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ഊ ആണ് അല്ലേ അടുത്തത് വേണ്ടത്. ഇതെന്താ? ഇതേതാ അക്ഷരം അമാൻ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത് ചോദിക്കാം മിസ്സേ. കൊറേ പേർക്ക് കുശുമ്പ് വരുന്നുണ്ട് അവിടെ. ഇത് ഓർഡറിലൊന്നല്ല ചോദിക്കുന്നത്. ഇതേതാ ദക്ഷിണ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് അർണവേ, ഇതേതാ അക്ഷരം? മിസ് ഓർഡറിലൊന്നല്ല ചോദിക്കുന്നത്, കണ്ടിട്ട് പറയണേ. അർണവേ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അർണവേ, ഇതേതാ അക്ഷരം? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതേതാ നിബ്രാൻ? ഇത് ഓക്കെ. നെക്സ്റ്റ് യാൻദേവേ, ഇതേതാ യാൻദേവേ? വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് ഫൈസാൻ, ഇതേതാ അക്ഷരം? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റിദ, ഇതേതാ റിദ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചതല്ലേ, ഇന്ന് പഠിച്ച അക്ഷരമാണ് ഇത്, പ. ഓക്കെ, അപ്പൊ അക്ഷരദീപത്തിൽ നമ്മൾ എന്ത് എഴുതണം? ഇന്ന് പ എഴുതണം. അപ്പൊ അതുപോലെ മിസ് പറയുന്നുണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, നമുക്കൊരു നോട്ട്ബുക്ക് ഉണ്ട്, 2 ലൈൻ നോട്ട്ബുക്ക്. അപ്പൊ അതിൽ നിങ്ങൾ ഈ അക്ഷരദീപത്തിൽ എഴുതിയ കാര്യങ്ങളാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പൊ എല്ലാം ഒന്നിച്ച് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങള് ആദ്യം ഏതാന്ന് അവിടെ എഴുതിയത് വെച്ചാൽ അത് നിങ്ങൾ ആ അക്ഷരം നോട്ട്ബുക്കിലും കൂടെ എഴുതണം. റായായിരിക്കും ആദ്യം. നെക്സ്റ്റ് പേജിൽ രാ എഴുതുക. ഒരു ഫുൾ പേജിൽ എഴുതണം കേട്ടോ. ചിലവര് കണ്ടു ഒരു പേജിൽ തന്നെ എല്ലാം എഴുതിട്ട്, അങ്ങനെയല്ല കേട്ടോ. ഒരക്ഷരം തന്നെ ഒരു പേജിൽ എഴുതുക, വരച്ചു കൊടുത്താൽ മതി 3 ലൈൻ ആക്കിയിട്ട്. അടുത്തതില് രാ എഴുതുക, അടുത്ത പേജില് താ എഴുതുക, അടുത്ത പേജിൽ നാ എഴുതുക, അതിന്റെ അടുത്ത പേജിൽ സാ എഴുതുക, അതിന്റെ അടുത്ത പേജിൽ പാ എഴുതുക. അങ്ങനെ എഴുതണം കേട്ടോ. എല്ലാം ഒരു ദിവസം എഴുതുമൊന്നും വേണ്ട, നിങ്ങള് അടുത്ത ആഴ്ചയുടെ ഇടയിൽ എഴുതി വിട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഊ എന്ന അക്ഷരം പഠിച്ചു. അതിന് കൂടെ ഉറുമ്പ്, ഉറി, ഉരൽ, ഉളി, ഉറ, ഉമി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആ ഒരു പേജ് നമ്മൾ പഠിച്ചിട്ടേ. അതിന്റെ കൂടെ നമ്മള് പ എന്ന അക്ഷരവും എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാവർക്കും അറിയോ? ഓർമ്മയുണ്ടല്ലേ? അത് സിമ്പിൾ ആയിട്ട് കുറച്ചേ പഠിക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? അത് വായിക്കണം കേട്ടോ. മിസ് ഒരു ദിവസം വായിപ്പിക്കാം എല്ലാരും കൂടെ കേട്ടോ.
വായിക്കാൻ തുടങ്ങി നമുക്ക് കഴിയുന്നില്ല എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം തീരാറായിയേ. മക്കൾ എന്ത് ചെയ്യാ, നല്ലതുപോലെ വായിക്കണേ. അതുപോലെ അക്ഷരങ്ങൾ എഴുതി പഠിക്കും വേണം വെറുതെ ഇരിക്കുമ്പോ സ്ലേറ്റിൽ. ഓക്കെ ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യണ ആരെങ്കിലും? വേണ്ട അല്ലേ? ആർക്കെങ്ങനെ പറയാനുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ബൈ. See you. Bye. Bye. Okay. Bye.